ഹായ് ഫ്രണ്ട്സ്, ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. ഇന്ന് കാണിക്കുന്ന ഒരു റെസിപ്പിയാണ് ചക്ക പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചക്ക വരട്ടിയത് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ചക്ക വരട്ടണത് എങ്ങനെയെന്നുള്ളത് കാണിക്കാത്തത്. ആദ്യം തേങ്ങാപ്പാലിന് ആവശ്യമായിട്ടുള്ള തേങ്ങ തിരുവി എടുക്കുക. ഒന്നാം പാൽ നമ്മൾ സാധാരണ പിഴിഞ്ഞെടുക്കും. രണ്ടാം പാലിന് ആവശ്യമായിട്ടുള്ള പാല് നമ്മൾ മിക്സിയിൽ അരച്ചാണ് എടുക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ചക്ക പായസം കഴിക്കുന്നത്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അടുത്തതായിട്ട് ശർക്കരയാണ് വേണ്ടത്. ആവശ്യമായിട്ടുള്ള ശർക്കര എടുത്ത് അത് ഉരുക്കണം. ഉരുക്കിയതിന് ശേഷം അത് മാറ്റി വയ്ക്കുക. അമ്മയാണേ പായസം ഉണ്ടാക്കുന്നത്. അമ്മ ആദ്യമായിട്ടാണ് ചക്ക പായസം വെക്കുന്നത്. ഞങ്ങൾ ഓണത്തിന് അടപ്പായസവും സേമിയയും വെച്ചിട്ടുണ്ടായിരുന്നേ. ചക്ക വരട്ടി അങ്ങനെ ഇന്ന് വെക്കാമെന്നുള്ള തീരുമാനത്തിലായിരുന്നു. ഇനി അടുത്ത ചൂടായ ഉരുളിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് ചക്ക വരട്ടി ചേർക്കുക. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചവ്വരി കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചക്കയുള്ള ടൈമിൽ ചക്ക എടുത്ത് വരട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 1 വർഷത്തോളം അത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ ചക്ക പായസമൊക്കെ കൊതി തോന്നുമ്പോൾ ഉണ്ടാക്കി കഴിക്കാനൊക്കെ പറ്റും. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ശർക്കര പാനി ഒഴിച്ച് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് മാറ്റി വെച്ച രണ്ടാം പാല് ചേർക്കുക കേട്ടോ. രണ്ടാം പാൽ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഇതിൽ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ച ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കാമേ. പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യിൽ വഴറ്റിയ തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. എല്ലാവരുടെയും ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇവിടുത്തെ ഓണം അടിപൊളിയായിരുന്നു. എൻ്റെ ഇവിടെ ചേട്ടൻ്റെ വീട്ടിലെ ആദ്യത്തെ ഓണമായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ചില്ലേ ഒന്നാം പാല്, അതുകൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഒന്ന് തിള വരുമ്പോഴേക്കും ഓഫ് ചെയ്യുക. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ടേ. ഇവിടെ എല്ലാവർക്കും പായസം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.